ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട അച്ഛനും കൂടി വന്നിരിക്കുന്ന മാതാപിതാക്കൾക്കും എന്റെ കൂട്ടുകാർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഇന്ന് എനിക്ക് നിങ്ങളോട് അല്പസമയം ചിന്തിക്കുവാൻ കർത്താവിൽ പ്രത്യേകിക്കുന്ന വിഷയം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:12 യേശു ജനത്തോട് സംസാരിച്ചുകൊണ്ട് പറഞ്ഞെന്തെന്നാൽ, ഞാനാകുന്നു ലോകത്തിന്റെ വെളിച്ചം. അതെ, യേശുക്രിസ്തുവാണ് ഈ ലോകത്തിന്റെ വെളിച്ചം. അതാണ് ഇന്നത്തെ എന്റെ ചിന്താവിഷയം. യെശയ്യാ പ്രവാചകൻ എഴുതിയ പുസ്തകത്തിൽ 9 അധ്യായം 2 ഇപ്രകാരം പറയുന്നു: ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് വസിച്ചവരുടെ മേൽ വലിയൊരു പ്രകാശം ശോഭിച്ചു. യെശയ്യാ പ്രവാചകൻ ഇത് യേശുക്രിസ്തുവിന്റെ ജനനത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ ഇത് യേശുക്രിസ്തുവിന്റെ ജനനത്തെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് പാപത്താൽ നിറഞ്ഞ ജനത്തിന്റെ അന്ധകാരം മാറ്റി പ്രകാശം പരത്തുവാൻ വേണ്ടിയാണ്. പാപത്തിന്റെ ഫലമായി മനുഷ്യർക്ക് ദൈവ തേജസ് നഷ്ടപ്പെട്ടു. പാപത്താൽ മൂലം മനുഷ്യർക്ക് ദൈവത്തിന്റെ ജീവനുള്ള വെളിച്ചം, ഹൃദയത്തിലുള്ള ദൈവത്തിന്റെ ജീവനുള്ള വെളിച്ചം നഷ്ടമായി. ഈ വെളിച്ചത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ലോകത്തിന്റെ വെളിച്ചമായി അവതരിച്ചത്. ഇനി യേശുക്രിസ്തു നമ്മുടെ ഭൂമിയിൽ വന്നാൽ നമുക്ക് എന്തെല്ലാം ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, വെളിച്ചം നമ്മെ നേർവഴിയിൽ നടത്തും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12:35 ഇങ്ങനെ പറയുന്നു: ഇരുൾ നിങ്ങളെ പിടിക്കാതിരിക്കാൻ നിങ്ങൾക്ക് വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളുവിൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നില്ല. അതെ, ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നില്ല, കാരണം അവന് വെളിച്ചമില്ലാത്തത് കൊണ്ടാണ്. വെളിച്ചമുണ്ടെങ്കിൽ നാം എവിടേക്ക് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നാം എവിടേക്ക് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനും ധൈര്യമായി നടക്കുവാനും സാധിക്കും. രണ്ടാമതായി, യേശുക്രിസ്തു ആകുന്ന വെളിച്ചത്തെ നാം വിശ്വസിക്കണം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12:36 വിശുദ്ധ യേശുക്രിസ്തു ആകുന്ന വെളിച്ചത്തെ വിശ്വസിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിന്റെ മക്കളായി ഈ ഭൂമിയിൽ നമുക്ക് വാഴാൻ സാധിക്കുള്ളൂ. വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം യേശുക്രിസ്തുവിന്റെ അവകാശികളും മക്കളുമാണ് എന്നാണ്. മൂന്നാമതായി, നാം ആകുന്നു ലോകത്തിന്റെ വെളിച്ചം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5:14 പ്രകാരം പറയുന്നു: നിങ്ങളാകുന്നു ലോകത്തിന്റെ വെളിച്ചം. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ലോകത്തിന്റെ വെളിച്ചമായി വന്നത് എന്നെയും നിങ്ങളെയും ലോകത്തിന്റെ വെളിച്ചമായി രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മളാൽ കഴിയും വിധം ഈ ലോകത്തിന്റെ വെളിച്ചം പകർത്തുവാൻ നാം ശ്രമിക്കണം. ബുദ്ധിമുട്ടിരിക്കുന്നവരെ സഹായിച്ചും കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ബഹുമാനിച്ചും കൊണ്ട് നമ്മളാൽ കഴിയും വിധം ഈ ലോകത്തിൽ നമുക്ക് കുറച്ച് വെളിച്ചം പകർത്തണം. അതിന് എന്നെയും നിങ്ങളെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ ചിന്തയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ജയ് ക്രൈസ്റ്റ്.